എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടന്റ് മാർക്കറ്റിങ്ങിൽ AI ടൂൾസിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചാറ്റ് GPT പോലെയുള്ള ടൂളുകൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ലോഞ്ച് ആയതൊക്കെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നൊക്കെയുണ്ട്. എന്നാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കണ്ടന്റ് മാർക്കറ്റിങ്ങിൽ എത്രത്തോളം നമുക്ക് AI ടൂൾസ് ഉപയോഗിക്കാം, ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് AI ടൂൾസാണ് ചാറ്റ് GPT കൂടാതെയും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്ത് ഒരു അഡ്വാൻസ്ഡ് കോച്ചിങ്ങിൽ തന്നെ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ സ്ട്രോങ് ആക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ബ്ലൂഹോസ്റ്റിനെ പറ്റി കൂടുതൽ അറിയുക, അതിനുശേഷം നമുക്ക് കണ്ടന്റ് മാർക്കറ്റിംഗ് പ്ലാനുകളെയും ടൂൾസിനെ പറ്റിയും പഠിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ വാങ്ങി വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ബ്ലൂഹോസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ് സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 പ്ലാറ്റ്ഫോമാണ് ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബേസിന് വേണ്ടി നിങ്ങൾക്ക് ബ്ലൂഹോസ്റ്റിനെ സമീപിക്കാം. അതുകൂടാതെ തന്നെ ബ്ലൂഹോസ്റ്റിൽ നിന്ന് നിങ്ങളൊരു ഹോസ്റ്റിംഗ് മാത്രം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂഹോസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു വർഷത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡൊമൈൻ അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് ലഭിക്കും. അതുകൂടാതെ 24/7 സപ്പോർട്ട് അവരുടെ ഉണ്ട്. ലൈവ് ചാറ്റ് സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ കോൾ സപ്പോർട്ടും ഉണ്ട്. പിന്നെ CDN അതുപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയാണെങ്കിൽ CDN എന്ന് പറയുന്നത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ്. നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റുകൾ മറ്റുള്ള ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്ത് വരാൻ വേണ്ടി ഈ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ബ്ലൂഹോസ്റ്റ് ഉപയോഗിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് learnwithsubin.com/bluehost എന്നുള്ള എൻ്റെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ ടൈപ്പ് ചെയ്തിട്ട് learnwithsubin.com/bluehost എന്ന് ടൈപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ, നമ്മുടെ ക്ലാസ്സിനെ പറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി ആയിക്കോട്ടെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കണ്ടന്റ് AI അല്ലെങ്കിൽ AI കണ്ടന്റുകൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലേക്കോ നമ്മളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ മാർക്കറ്റിങ്ങിലൊക്കെ ഉപയോഗിച്ചാൽ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ, ഇതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യമായി തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ചാറ്റ് GPT തന്നെയാണ്. അപ്പോൾ ചാറ്റ് GPT ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് കണ്ടന്റുകൾ എഴുതേണ്ടതെന്നൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കാം. എന്നാലും ഞാനൊരു സാമ്പിൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. പ്ലീസ് റൈറ്റ് എ description about content marketing. ഇത്രയും ഞാൻ കൊടുത്തു. അതിനുശേഷം ചാറ്റ് GPTയോട് നമ്മൾ പറയുന്നു, ചാറ്റ് GPT കാര്യങ്ങൾ എഴുതി തരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു കാര്യം ജസ്റ്റ് എഴുതി കഴിഞ്ഞു. അവരിവിടെ ഏകദേശം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും ഏതെങ്കിലും ഒരു പൊസിഷനിൽ. ചാറ്റ് GPTയുടെ ഒരു ഫീച്ചേഴ്സ് ഇതാണ്. അപ്പോൾ കണ്ടന്റ് മാർക്കറ്റിങ്ങിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം എഴുതിയത്. ഇത്രയും ഡീറ്റെയിലുകളാണ് നമുക്ക് കണ്ടന്റ് റൈറ്റിങ്ങിൽ ചാറ്റ് GPT ഉപയോഗിച്ച് നമുക്ക് കിട്ടിയത്. ഇനി ഈ ഒരു കണ്ടന്റിൻ്റെ യുണീക്നെസ്, അതായത് പ്ലേഗറിസം ചെക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ഓക്കെ, അതായത് ഇത് കോപ്പീഡ് കണ്ടന്റ് ആണോ, ഇത് എവിടുന്നെങ്കിലും കോപ്പീഡ് കണ്ടന്റ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നമുക്ക് പ്ലേഗറിസം ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ പ്ലേഗറിസം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ കോപ്പിസ്കേപ്പ് പോലെയുള്ള പെയ്ഡ് ടൂളുകളുമുണ്ട്. അപ്പം പ്ലേഗറിസത്തിനകത്ത് നമുക്ക് പോയി നമ്മുടെ കണ്ടന്റുകളെ കോപ്പി ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ എഴുതിയ കണ്ടന്റിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് കൊടുത്തു. അതിനുശേഷം ചെക്ക് പ്ലേഗറിസം ഉണ്ട്. അപ്പോൾ ഈ പ്ലേഗറിസം ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് കോപ്പീഡ് കണ്ടന്റ് ആണോ, അതായത് ചാറ്റ് GPT നമുക്ക് എഴുതി തന്ന കണ്ടന്റ് എവിടത്തെങ്കിലും കോപ്പീഡ് കണ്ടന്റ് ആണോ അതോ 100% യുണീക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഇത് ഫ്രീ ടൂൾസ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. എപ്പോഴും ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം
നമ്മളുടെ വെബ്സൈറ്റിലേക്കൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടന്റിൻ്റെ യുണീക്നെസ് നമ്മൾ ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇത് കൂടാതെ ChatGPT കൂടാതെ വേറെയും ടൂളുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി കണ്ടന്റ്, ChatGPTയെക്കാളും കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ തരുന്ന സർവീസുകളാണ് Jasper.ai എന്ന് പറയുന്നത്. ഇതൊക്കെ പക്ഷെ പെയ്ഡ് ടൂളുകളാണ്. കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഇപ്പോൾ ChatGPT നമുക്ക് ഫ്രീ ആയി തരുന്ന കാര്യം, ഒരു പെയ്ഡ് ടൂൾ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ്സിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതും അതുപോലെ ആയിരിക്കും. ഇവിടെ ഡിറ്റക്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ചെക്കിംഗ്, പ്ലേഗറിസം ഇപ്പോഴും ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പ്ലേഗറിസം 100% യുണീക്കാണ് നമ്മുടെ കണ്ടന്റ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ChatGPT തന്ന ഈ കണ്ടന്റ് 100% യുണീക്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ ഇതങ്ങ് എടുത്ത് നേരെ കണ്ടന്റ് നമ്മളുടെ ബ്ലോഗിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്താൽ പോരെ എന്ന് എല്ലാവർക്കും തോന്നും. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം കീവേഡുകളൊന്നും ഇല്ല. നമുക്ക് ആവശ്യമുള്ള കീവേഡുകളൊക്കെ ഈ കണ്ടന്റിനകത്ത് ഉൾപ്പെടുത്തണം. അതിനകത്ത് H1 ടാഗുകളും H1 ടൈറ്റിലുകളും H2 ടൈറ്റിലുകളും ഒക്കെ കൊടുത്ത് വേണം നമ്മൾ ബ്ലോഗൊക്കെ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ള കീവേഡുകളൊക്കെ അപ്ലൈ ചെയ്ത് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഇന്റേണൽ ലിങ്കിങ്ങും എക്സ്റ്റേണൽ ലിങ്കിങ്ങും ഒക്കെ കറക്റ്റ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, SEO കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുമ്പോൾ ചെയ്യാൻ. അതിനുവേണ്ടി ചിലപ്പം നമുക്ക് ഈ ജാസ്പർ പോലെയുള്ള ടൂളുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കീവേഡുകൾ ഉൾപ്പെടെ എഴുതി തരുന്ന ഫീച്ചേഴ്സൊക്കെ ഇവരുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി പ്രൈസിങ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ Copy.ai എന്ന് പറയുന്ന ഒരു ടൂളുമുണ്ട്. ഇവരും ഇതുപോലെ തന്നെ ഒരു ഫീച്ചർ നമുക്ക് തരുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് ഫ്രീ തരുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ChatGPT മേ ബി ഇൻ ഫ്യൂച്ചർ പെയ്ഡ് പ്ലാൻ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ടെങ്കിലും മേ ബി ഇൻ ഫ്യൂച്ചർ പെയ്ഡ് പ്ലാനുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ Copy.ai വന്നപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. ലീവ് ഇറ്റ്, ഞാനിപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. യൂഷ്വലി നമ്മളത് ചിലപ്പോൾ ഉപയോഗിക്കും, ചിലപ്പോൾ ഉപയോഗിക്കത്തില്ല. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 ടൂളുകളിൽ ഒന്ന് ഇപ്പം ChatGPTയും 2 ക്യാൻവയുമാണ്. ക്യാൻവയ്ക്കകത്ത് കണ്ടന്റ് മാർക്കറ്റിങ്ങിനെ പറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻവയിൽ ഡോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ക്യാൻവ എൻ്റെ പെയ്ഡ് പ്ലാൻ ആണ്. അപ്പോൾ ഈ ക്യാൻവ ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്നത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് രീതിയിലാണ് നമ്മളൊരു ആർട്ടിക്കിൾ പ്രിപ്പറേഷൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തു. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് മാജിക് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനിക്ക് ക്യാൻവയിലുണ്ട്. ഇതെൻ്റെ പെയ്ഡ് ടൂളാണ്. മാജിക് റൈറ്റിൽ റൈറ്റ് ഇവിടെ നമ്മൾ റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. അപ്പോൾ ഇതിനകത്ത് മാജിക് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഇതും ഒരു AI കണ്ടന്റ് റൈറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാജിക് റൈറ്റ് ഫീച്ചർ ഒരു ഡിസ്ക്രിപ്ഷൻ എനിക്ക് എഴുതി തന്നു അവിടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഹെഡിങ് കൊടുത്തു, അതിനുശേഷം ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ക്യാൻവയിൽ ഇതിൽ പ്ലസ്സിൽ നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡിസൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ എന്തെങ്കിലും ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ ഈ ഒരു ഡിസൈൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ടോപ്പ് 10 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. ഓക്കെ, ദെൻ ഞാനിപ്പോൾ ഇതിവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്തു, സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു ടൈറ്റിൽ വന്നു, ഒരു ഡിസ്ക്രിപ്ഷൻ വന്നു, ഇത് വന്നു. ഇനി വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ മാജിക് റൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിസ്റ്റ് ഔട്ട് ടോപ്പ് 10 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ടോപ്പ് 10 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു 10 എണ്ണം അവിടെ ലിസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ എത്ര ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഇനി ഓരോന്നിനെയും പറ്റി ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിട്ട്
അടുത്ത ഒരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിസൈൻസോ ലോഗോസോ എന്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് ഡിസൈൻസോ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റൈലോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മളുടെ ഡിസൈൻ പാറ്റേൺസ് ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ആഡ്സ് എന്ന് ജസ്റ്റ് കൊടുക്കുന്നു, ദെൻ സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് എന്നുള്ളത് ഇവിടെ വന്നു. ഓക്കെ, ഇനി എനിക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് അബൌട്ട് ഗൂഗിൾ ആഡ്സ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ ക്യാൻവ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചാറ്റ് GPT നമുക്ക് കണ്ടന്റ് മാർക്കറ്റിംഗ് നമ്മുടെ വെബ്സൈറ്റിൽ ഇടാനുള്ളത് തരുന്നുണ്ട്. ഇവിടുന്ന് കണ്ടന്റ് എടുത്ത് വേണമെങ്കിൽ നമുക്ക് ക്യാൻവയിൽ കൊണ്ട് എഴുതി അങ്ങനെ ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ ജാസ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ Copy.ai ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് കണ്ടന്റുകൾ എഴുതാം. എപ്പോഴും കണ്ടന്റുകൾ എഴുതുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിൽ എപ്പോഴും നമ്മളുടെ പ്ലേഗറിസം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കണ്ടന്റ് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ കണ്ടന്റ് AI ടൂൾസിൽ കൂടുതൽ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഗൂഗിൾ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് കണ്ടന്റ് യുണീക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് AI കണ്ടന്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള ടൂൾസ് ഉപയോഗിച്ച് കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലൊന്നും അധികം പ്രാവീണ്യമില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ കണ്ടന്റ് ഒരു വെബ്സൈറ്റിൽ കണ്ടന്റ് എഴുതി ഇടുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു നല്ല ഇമെയിൽ അയക്കുക എന്നുള്ളതൊന്നും ഒരു വലിയ പ്രശ്നമേ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള AI ടൂൾസ് എത്രത്തോളം AI ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ അത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് നമ്മളുടെ മാർക്കറ്റിങ്ങിന് അനുയോജ്യമായ രീതിയിലുള്ള ടൂളുകൾ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് നോക്കുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് കണ്ടന്റ് മാർക്കറ്റിങ്ങിലെ AI ടൂൾസിൻ്റെ പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് ചില AI ടൂൾസൊക്കെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. ഡിജിമാർക്കിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ട് പോവുകയാണ്. ഇതുവരെ കണ്ട ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.